നമുക്ക് കിരണിന്റെ കല്യാണിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് ഭാനുമതി അമ്മ പ്രകാശനോട് പറഞ്ഞു, എടാ പ്രകാശ, മുഹൂർത്തത്തിനുള്ള സമയമായി, ഇതുവരെയായിട്ട് കാർത്തിമോളൊക്കെ ഒരുങ്ങി ഇറങ്ങി വന്നില്ലോ എന്ന് പറഞ്ഞു. അമ്മേ, അവരൊരുങ്ങി വരട്ടെ, അമ്മ ഒന്ന് സമാധാനിക്കാൻ പറയുകയാണ്. അപ്പോഴേക്കും കാർത്തികയും കല്യാണിക്ക് അങ്ങോട്ടേക്ക് വരുന്നേ. അങ്ങനെ അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഭാനുമതി മുത്തശ്ശി പറഞ്ഞു, മോളെ ഇനിയിപ്പോ ദക്ഷിണ കൊടുത്തോ, അതേ സമയം വൈകിക്കണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഭാനുമതി മുത്തശ്ശിക്ക് ലക്ഷ്മി അമ്മയ്ക്കും പ്രകാശനും ഒക്കെ ദക്ഷിണ കൊടുക്കുവാണ്. കാർത്തിക ദക്ഷിണ എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് അവര് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ രതീഷും വേലും പുറത്തുതന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. പ്രകാശ് ചോദിച്ചു, അല്ല എന്തിയെ, കിരൺ എന്തിയെന്ന് ചോദിക്കുകയാണ്. ഇതുവരെയായിട്ടും വന്നില്ലോ എന്ന് പറഞ്ഞു. അതെ, കിരൺ സാറ് ഓഡിറ്റോറിയത്തിലുണ്ട്, അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് നമ്മളോട് അങ്ങോട്ടേക്ക് ചെന്നേക്കാൻ പറഞ്ഞു പറഞ്ഞു. ശരിയെന്നാല് പോയേക്കാന്ന് പറഞ്ഞു. അങ്ങനെ അവരൊക്കെ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് പോവാണ്. സമയത്ത് ഓഡിറ്റോറിയത്തില് കിരൺ അവിടുത്തെ കാര്യങ്ങളൊക്കെ വേണ്ട വിധം തന്നെ നോക്കുന്നുണ്ട്. അപ്പോഴേക്ക് ഹരിയേട്ടൻ അങ്ങോട്ട് വന്നു. ഹരിയേട്ടൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും കിരൺ പറഞ്ഞു, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഓക്കെയാ, ഇനിയിപ്പൊ അവരെ അവിടെ നിന്ന് വന്നാൽ മതി, അവരവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അത് കേട്ടപ്പോൾ ഹരിയേട്ടൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ നടത്തണമെന്ന് പറയാം, ഇനിയിപ്പൊ അധികം വെച്ച് താമസിപ്പിച്ചുകൂടാ. ഇത് കേട്ടതും കിരൺ പറഞ്ഞു, അതെ, ആ ഗംഗാപ്രസാദ് അവന്റെ സാന്നിധ്യം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ കാർത്തിയുടെ ദിലീപിന്റെ കല്യാണം നടക്കണം. അത് കേട്ടപ്പോൾ ഹരിയേട്ടൻ പറഞ്ഞു, അല്ലെങ്കിൽ തന്നെ ഇപ്പം ദിലീപിന്റെ സോഷ്യൽ മീഡിയ കൂടെ ആൾക്കാർ കുറെ ചീത്ത പറയുന്നുണ്ട്, പേടിത്തൊണ്ട് നാണമില്ലാത്തവന്. കാർത്തിയുടെ വിവാഹം മുടങ്ങാനായിട്ട് ദിലീപ് കാരണമാണ് വിവാഹം മുടങ്ങിയെന്ന്. ദിലീപിന്റെ അച്ഛൻ മരിച്ചുകൊണ്ടാണ് ദിലീപ് കല്യാണത്തിൽ നിന്ന് പിന്മാറിയത്. അവന് പേടിയുള്ളതുകൊണ്ടാണ് കാർത്തിയുടെ കഴുത്തിൽ താലി അർത്താനായിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ കുത്തുവാക്കുകളൊക്കെ ആൾക്കാർ പറയുന്നുണ്ടെന്ന് പറഞ്ഞു. കിരൺ പറഞ്ഞു, അതൊന്നും കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. എന്താണെങ്കിലും ദിലീപ് കല്യാണത്തിൽ നിന്ന് പിന്മാറിയില്ലല്ലോ. ദിലീപിന്റെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും കല്യാണത്തിൽ നിന്ന് പിന്മാറിയ വേണമെങ്കിൽ കല്യാണം വേണ്ടെന്ന് വെച്ച് പോവായിരുന്നു. മരിക്കാൻ ഭയമുള്ളവരൊക്കെ അങ്ങനെ ചെയ്യുമായിരുന്നു. പക്ഷെ ദിലീപ് അങ്ങനെയല്ല. ദിലീപിന് കാർത്തിക അത്ര ഇഷ്ടമാണ്. താനും എന്ത് വന്നാലും കാർത്തികയുടെ കഴുത്തിൽ താലി ആർത്തുമെന്നും പറഞ്ഞോണ്ടല്ലേ ദിലീപ് ഇരുന്ന്. ഇപ്പൊ തന്നെ ഹരിയേട്ട അവരിങ്ങോട്ടേക്ക് എത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇച്ചിരി സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പ്രകാശനും കല്യാണിയും കാർത്തിയും എല്ലാവരും കൂടെ ഓഡിറ്റോറിയത്തിന് അങ്ങോട്ട് വരുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ കിരണും ഹരിയേട്ടനും കൂടെ അങ്ങോട്ട് ഇറങ്ങി ചെന്നു. ആ സമയത്ത് കാർത്തികയുടെ കൈ പിടിച്ചിട്ട് കല്യാണി ഇറക്കി ബായ് ചേച്ചി എന്നും പറഞ്ഞ് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരികയാണ്. അങ്ങനെ അവരെല്ലാവരും കൂടെ സന്തോഷിച്ച് അവിടെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് ഒരു ബൈക്ക് അങ്ങോട്ട് കയറി വരുന്ന ഓഡിറ്റോറിയത്തിന് അങ്ങോട്ട്. ബൈക്കുകാരൻ വന്ന് ഇങ്ങനെ ഹെൽമെറ്റ് പൊക്കി ഒന്ന് നോക്കി അവിടെ ചുറ്റുമുള്ളവരെ. പിന്നീട് അവന് പെട്ടെന്ന് അവിടെ നിന്ന് പോകാൻ തുടങ്ങുവാണ്. ആ സമയത്ത് പ്രകാശം പറഞ്ഞ് എങ്ങ് നോക്കടാ, ഒരുത്തനാണ്ടേ, അവൻ എന്താകുന്നൊക്കെ അറിയത്തില്ലോ എന്ന് പറഞ്ഞു. രതീഷും ഹരിയേട്ടനും അവരെല്ലാരും കൂടെ അവന്റെ പിന്നാലെ അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേനും അവൻ ബൈക്കും കൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് പോവാണ്. പ്രകാശം പറഞ്ഞു, ഇനിയിപ്പോ അത് അവനായിരിക്കുമോ, ഗംഗാപ്രസാദ് അങ്ങനെ ആയിരിക്കുമോ? അപ്പോഴേക്കും കിരൺ പറഞ്ഞു, ഗംഗാപ്രസാദ് ആണെങ്കിൽ അവൻ ഒരിക്കലും പോകത്തില്ലല്ലോ, അത് അവനായിരിക്കില്ല എന്ന് പറഞ്ഞു. വേറെ ആരെങ്കിലും ആയിരിക്കും എന്ന് പറഞ്ഞു. എന്നാലും ഒന്ന് സൂക്ഷിക്കാൻ നല്ലതാ. ഈ സമയം കാർത്തിക വല്ലാത്തൊരു അമ്പരപ്പോട് കൂടി നിൽക്കുവാണ്. അപ്പോഴേക്കും കാർത്തികയൊക്കെ അടുത്തേക്ക് എന്നിട്ട് പ്രകാശം പറഞ്ഞു, പേടിക്കായിരുന്നില്ല മോളെ, നിങ്ങൾ അകത്തേക്ക് അങ്ങോട്ട് കയറി പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അവരകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ പ്രകാശം പറഞ്ഞു, എടാ രതീഷെ, ആരൊക്കെയോ മണത്തറിഞ്ഞിട്ട് തോന്നല്ലോ കാർത്തിക മോളുടെ കല്യാണമാണ്, അങ്ങനെയാണ് സൂക്ഷിക്കാൻ നല്ലതാ. അത് ചിലപ്പോ ഗംഗയുടെ ആൾക്കാരൊന്നും ആയിരിക്കില്ല, എന്നാലും സൂക്ഷിച്ചോളാം. ഒരു കാര്യം ചെയ്യാം, അച്ഛനൊക്കെ അകത്തേക്ക് കയറി പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. ഞാനും വെയിലും ഒക്കെ ഇവിടെ നിന്നോളാം, ആരൊക്കെ വരുന്നുണ്ടോ അങ്ങനെയൊക്കെ ഞങ്ങൾ നിരീക്ഷിച്ചോണ്ട് നിന്നോളാം, നിങ്ങൾ ധൈര്യമായിട്ട് കയറിപ്പോയിക്കോ, ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആശ്വസിപ്പിച്ച് അകത്തേക്ക് ഏറ്റുവിട്ടു. സമയത്ത് ദിലീപിന്റെ വീട്ടിലേക്ക് ദിലീപിന് കല്യാണത്തിന് പോകാനുള്ള കാറും കൂടെ വരുവാണ്. അപ്പോഴേക്കും ദിലീപും രേണു കൂട്ടുകാരും കൂടെ ഇറങ്ങി വന്നു. കൂട്ടുകാർ പറഞ്ഞു, എടാ കാറെത്തി, നമുക്ക് ഇറങ്ങിയാലോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും രേണു പറഞ്ഞു, എടാ മോനെ, നല്ല രീതിയിൽ തന്നെ ഈ കല്യാണം നടക്കൂലല്ലേ, എന്താമേ അമ്മയ്ക്ക് പേടിയുണ്ടോന്ന് ചോദിച്ചു. പേടിയല്ല, അമ്മ വിഷമിക്കൊന്നും വേണ്ട, ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. എടാ കല്യാണം കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോ അയലക്കാരൊക്കെ കാണില്ലേ, കാണട്ടെ അമ്മേ, അല്ലെങ്കിൽ തന്നെ ആൾക്കാരൊക്കെ എന്നെ പഠിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരു മറുപടി കൊടുക്കണം. ചാനലുകാരെയൊക്കെ വിളിച്ച് ഞാൻ പറയുന്നുണ്ട്, എന്റെ മോനെ ഇപ്പൊ തൽക്കാലത്തേക്ക് ആൾക്കാരൊന്നും വിളിക്കൊന്നും വേണ്ട, വിളിച്ചു കൂട്ടി നീ ഒന്നും പറയുമൊന്നും വേണ്ടാന്ന് പറഞ്ഞു. കൂട്ടുകാരന്മാരെ പറഞ്ഞു, അതേടാ അതാ ശരി, വെറുതെ എന്തിനാ നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കുന്നേ, അറിയുന്ന ആൾക്കാരൊക്കെ അറിയുമ്പോൾ അറിഞ്ഞാൽ മാത്രം മതി. അപ്പോഴേക്കും ദിലീപ് പറഞ്ഞു, അങ്ങനെ പേടിച്ചു മാറി ഇരിക്കാൻ പറ്റുന്ന കാര്യമാണോ? ഇത് കേട്ടപ്പോ രേണു പറഞ്ഞു, നിനക്കതൊക്കെ പറയാം, എന്റെ ചങ്ങിനകത്ത് തീയാന്ന് പറഞ്ഞു. അമ്മ അവിടെ വന്ന് അമ്മയുടെ ടെൻഷനും കാര്യങ്ങളൊന്നും കാണിക്കരുത് കേട്ടോ, അമ്മ നല്ല രീതിയിൽ തന്നെ വേണം ബിഹേവ് ചെയ്യാനായിട്ട്, അതൊക്കെ എനിക്ക് അറിയാടെ മോനെ. അമ്മയ്ക്ക് കിട്ടാൻ പോകുന്നത് നല്ലൊരു മരുമോളയാ, അമ്മയ്ക്ക് തോന്നും ഞങ്ങൾ തമ്മിലുള്ള ജീവിതം കണ്ടിട്ട് നല്ലൊരു പെൺകുട്ടിയാണല്ലോ തനിക്ക് ദൈവമായിട്ട് വിധിച്ചു വെച്ചേന്ന്. അത് കേട്ടതും രേണു പറഞ്ഞു, നിങ്ങൾ നല്ല വീതം തന്നെ ജീവിച്ച് കണ്ടാൽ മതി, എനിക്കത് മാത്രമേ പറയാനുള്ളൂ, ഒരു ആപത്തിൽ ഉൾപ്പെടുത്തരുത്,
അത് മാത്രം എൻ്റെ ചിന്തയുള്ളെന്ന് പറയാണ്. കാരണം ഞാൻ പെറ്റമ്മയല്ലേ, നിനക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിട്ടുണ്ട്, എനിക്ക് സഹിക്കാൻ പറ്റുമോ എന്നൊക്കെ രേണു പറഞ്ഞു. പിന്നീട് അവർ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് പോവാണ്. ഇതേ സമയത്ത് ഗംഗാപ്രസാദ് തന്റെ കൂട്ടുകാരോടൊപ്പം ഭയങ്കര സന്തോഷത്തിലിരിക്കുകയാണ്. പിന്നീട് എന്ത് ചെയ്തു, ഓരോ വിഗൊക്കെ എടുത്ത് വെച്ചിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ട് ഇപ്പൊ എന്നെ കണ്ടിട്ട് എന്നെ തിരിച്ചറിയോന്നൊക്കെ ചോദിച്ചു. അങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്ത് വേറൊരു കൂട്ടുകാരൻ അങ്ങോട്ട് വന്നു. അവൻ വന്നിട്ട് പറഞ്ഞ ആകപ്പാടെ പ്രശ്നമായെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ ഗംഗ ചോദിച്ചു, എന്താണ് കാര്യം എന്താന്ന് ചോദിച്ചു. പോലീസ് അങ്ങനെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടോ, അതോ മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതൊന്നും അല്ല, ആ കാർത്തികയുടെയും കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയല്ലേ എന്നെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത്. പക്ഷെ ഞാൻ ആ ഓഡിറ്റോറിയത്തിന്റെ അവിടെ പോകുന്ന സമയത്ത് ഒരു കല്യാണം വണ്ടി അങ്ങോട്ട് കയറി പോകുന്നത് കണ്ടു. ഞാനതിനെ ഫോളോ ചെയ്ത് അങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോ അതിനകത്തുനിന്ന് കാർത്തികയും കുടുംബം ഇറങ്ങുന്നത് കണ്ടു. കാർത്തിക കല്യാണ വേഷത്തിലായിരുന്നു പറഞ്ഞു. ഇത് കേട്ടപ്പോ ഗംഗയ്ക്ക് സഹിച്ചില്ല. ഗംഗ പെട്ടെന്ന് അവന്റെ കോളറോട് കയറി കുത്തിപ്പിടിച്ചു. എന്താടാ നീ പറഞ്ഞെന്ന് ചോദിച്ചോണ്ട്. അപ്പോഴേക്കും കൂട്ടുകാരന്മാര് തടഞ്ഞു. നീ എന്തിനാടാ ഇവന്റെ നേരെ തിരിയുന്നേ? അതിന് ഇവൻ എന്ത് തെറ്റ് ചെയ്തു? ഇവൻ കണ്ട കാര്യം നമ്മളോടൊന്നും പറഞ്ഞല്ലേ. എടാ നിനക്ക് തെറ്റിപ്പോയതാ, അത് അവളൊന്നും ആയിരിക്കില്ല എന്ന് ഗംഗാപ്രസാദ് പറഞ്ഞു. അതെ ഗംഗേട്ട, അത് അവള് തന്നെയാണ്, എനിക്ക് അവളെ കണ്ട അറിയാലോ. അവളും പിന്നെ അവളുടെ അമ്മയും അനുജത്തിയൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു. സത്യമാണോടാ? അതെ, അവളുടെ കല്യാണോ മറ്റോ ആണ് എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ കൂട്ടുകാരന്മാർ പറഞ്ഞു, നീ എന്തിനടാ അതൊക്കെ വന്ന് ഇപ്പൊ ഇവനോട് പറഞ്ഞത്? പിന്നെ കണ്ട കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റുമോന്ന് ചോദിച്ചു. ഗംഗാപ്രസാദ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒന്നിനെയും വെറുതെ വിടല്. നമ്മുടെ എല്ലാവരുടെയും കണ്ണു മൂടി കെട്ടിയിട്ട് അവളുടെ കല്യാണം നടത്താനാ മിക്കവാറും എനിക്ക് തോന്നേ. അവനുണ്ടല്ലോ ആ ദിലീപ്, അവനുമായിട്ടാണോന്ന് അറിയത്തില്ല കല്യാണം നടത്തുന്നത്. സഞ്ചാരമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോ അവൻ കല്യാണത്തിന് പിന്മാറിയില്ല, നമ്മളെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് അവളുടെ കഴുത്തിൽ താലി ആർത്താൻ ഒരുങ്ങുമായിരിക്കും. അങ്ങനെയാണ് എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകണമെന്ന് പറഞ്ഞു. എടാ അതിന് നമ്മളെങ്ങനെ പോകാനാ? അത് പോകാതിരിക്കാൻ പറ്റില്ല, പോകണം. അതിന് എന്തെങ്കിലും പ്ലാൻ ഉണ്ടാക്കിയാൽ മതിയുള്ളൂ. എൻ്റെ മനസ്സിൽ ചില പ്ലാനുകളൊക്കെ ഉണ്ട്, പെട്ടെന്ന് നിങ്ങൾ റെഡി ആയിക്കോളാനൊക്കെ ഗംഗാപ്രസാദ് പറഞ്ഞു. അങ്ങനെ അവർ അങ്ങോട്ടേക്ക് പോകാൻ ഒരുങ്ങുവാണ്. ഇതേ സമയത്ത് രതീഷും വേലുവും കൂടെ കിരണിന്റെ അടുത്തേക്ക് വരുവാണ്. അങ്ങനെ കിരണിന്റെ അടുത്ത് വന്നപ്പോൾ കിരണാണെങ്കിൽ അവിടെ ചെറിയൊരു കിളിവാതിൽ പോലെ ഉണ്ട്, അതിൽ കൂടെ താഴേക്ക് നോക്കിക്കൊണ്ടിരിക്കണം. ആര് വന്നാലും കാണാനായിട്ട് പറ്റും ആ ഓഡിറ്റോറിയത്തിന്റെ അവിടെ. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും രതീഷൊക്കെ വരുന്നത്. രതീഷ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും കിരൺ പറഞ്ഞു, അതെ താഴത്തെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിക്ക് തന്നെ നോക്കണം. ഇപ്പോഴേക്കും ദിലീപും കൂട്ടരും വരും, അപ്പൊ അവരെ സ്വീകരിക്കണം. പെണ്ണിന്റെ ആങ്ങളെ ഇതൊക്കെ ചെയ്യണ്ടേ? പക്ഷെ പെണ്ണിന്റെ ആങ്ങളെ ജയിലിലാണല്ലോ, അപ്പൊ ഞാൻ ചെയ്യേണ്ടതാണ്. പക്ഷെ എനിക്ക് പകരം നീ ചെയ്താൽ മതി രതീഷെ. ബൊക്ക കൊടുത്ത് മാലയിട്ട് സ്വീകരിക്കണോന്ന് പറഞ്ഞു. അതൊക്കെ വേണ്ട പോലെ തന്നെ ചെയ്തോളാം. പിന്നെ ഞാൻ ഇവിടെ നിന്ന് എല്ലാവരെയും നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. പതിവില്ലാത്ത ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ നിങ്ങളെ കാര്യങ്ങളൊക്കെ അറിയിക്കാന്ന് പറഞ്ഞു. അത് ശരി, നിങ്ങൾ താഴേക്ക് പോകാൻ പറയണം. അങ്ങനെ അവർ താഴേക്ക് വന്നു. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും ദിലീപും കൂട്ടരും കൂടെ വരുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും പ്രകാശനും എല്ലാവരും കൂടെ ഇറങ്ങി ചേർന്ന് ദിലീപിനെയൊക്കെ സ്വീകരിക്കുകയാണ്. വേലു പനിനീര് തെളിച്ച് അതുപോലെ രതീഷും മാലയൊക്കെ ഇട്ട് സ്വീകരിച്ച് ബൊക്കയൊക്കെ കൊടുത്ത് അകത്തേക്ക് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുവാണ്. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. പക്ഷേ ഇതേ സമയത്ത് ഗംഗാപ്രസാദും കൂട്ടരും ഈ ഓഡിറ്റോറിയത്തിന് അങ്ങോട്ടേക്ക് 3-4 ബൈക്കിലായിട്ട് വരുവാണ്. പിന്നീട് കുറച്ച് ദൂരം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഒരു ആംബുലൻസ് അവിടെ കിടക്കുന്നത് കണ്ടു. ഈ സമയത്ത് ഗംഗയുടെ 2 കൂട്ടുകാരന്മാർ എന്ത് ചെയ്തു, ആ ആംബുലൻസ് ഡ്രൈവറുടെ അടുത്തേക്ക് ഇല്ലുവാണ്. എന്നിട്ട് പറഞ്ഞു, ചേട്ടാ ഒരു 1.5 കിലോമീറ്റർ അപ്പുറം ഒരു അപകടം നടന്നിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് വണ്ടി എടുത്താണ് അങ്ങോട്ട് പോകണമെന്ന് പറയാം. തലയ്ക്കാണ് പരിക്കേറ്റിരിക്കുന്നത്, ഗുരുതരമായിട്ട് പരിക്കേറ്റ് കിടക്കുവാന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ആംബുലൻസ് ഡ്രൈവർ പറഞ്ഞു, ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആംബുലൻസോട് അങ്ങോട്ട് പോയി. ഇത്തിരി ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്തു, അവന്മാരെന്ത് ചെയ്തു, ആംബുലൻസ് ഡ്രൈവറെ കീഴടക്കുവാണ്. ഒടുവിൽ ഗംഗാപ്രസാദും കൂടെ അങ്ങോട്ടേക്ക് വന്നു. അവന്മാരെല്ലാരും കൂടെ അവനെ എടുത്തിട്ടിടിച്ചു. ഒടുവിൽ അവന്റെ ബോധം പോയി. അവന്റെ കൈയും കാലും എല്ലാം ചുട്ടി കൂട്ടിക്കെട്ടി അവനെ ആംബുലൻസിലേക്ക് എടുത്തുവാണ്. പിന്നീട് ഗംഗ പറഞ്ഞു, എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് അവിടെ എത്തണം. ഇനി ഇവൻ 2 മണിക്കൂർ കഴിയാതെ എന്താണെങ്കിലും ഉണരാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ നേരെ ഓഡിറ്റോറിയത്തിൽ ലക്ഷ്യമാക്കി പോവാണ്. അതേ സമയത്ത് പ്രകാശനും ദിലീപൊക്കെ സംസാരിക്കുകയാണ്. പ്രകാശൻ പറഞ്ഞു, മോനെ നീ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ശരിക്കും നല്ലൊരു തീരുമാനമായി. എനിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു എൻ്റെ മോളുടെ കാര്യം ഓർത്തിട്ട്. ഇപ്പോഴെനിക്കൊരു സമാധാനമായത്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ദിലീപ് പറഞ്ഞു, നന്ദി പറയേണ്ട കാര്യമൊന്നും ഇല്ലച്ചാ. അവനുണ്ടല്ല ഗംഗാപ്രസാദ് എന്നെ കാർത്തിയുടെ വിവാഹം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അച്ഛനെ ഇല്ലാതാക്കിയത്. അന്നേ ഞാൻ പ്രതിജ്ഞ എടുത്ത താലി കെട്ടുന്നുണ്ടെങ്കിൽ അത് കാർത്തികയുടെ കഴുത്തിലായിരിക്കുമെന്ന്. അവനിട്ട് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു അടിയല്ലേ ഇത്. പ്രകാശം പറഞ്ഞു, എന്നാലും സൂക്ഷിക്കണം മോനെ, നമ്മൾ സൂക്ഷിച്ചേ മതിയാവുള്ളൂ. അവൻ അത്രയ്ക്ക് ദുഷ്ടനാ, ഏത് വിധേന അവൻ ഇങ്ങോട്ടേക്ക് വരുമെന്ന് പറഞ്ഞു. അതൊന്നും ഓർത്ത് അച്ഛനിനി പേടിക്കണ്ട, അവൻ വരുവാണെങ്കിൽ അവനെ കാത്തിരിക്കുക ഞാനും എന്ന് ദിലീപും പറഞ്ഞു. ഇതേ സമയം രേണും ഭാനുമതി മുത്തശ്ശിയൊക്കെ സംസാരിച്ചിരിക്കുക. ഭാനുമതി മുത്തശ്ശി പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊരു പുണ്യപ്രവൃത്തിയെ ചെയ്യുന്നേ. ഞങ്ങളൊക്കെ കരുതിയിരുന്ന ദിലീപ് ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറുന്ന. സാധാരണഗതിയിൽ ആരും സമ്മതിക്കുന്ന ഒരു കാര്യമല്ലത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഭീഷണി മുഴക്കായിരുന്നു, ആത്മഹത്യാ ഭീഷണിയൊക്കെ മുഴക്കി മകനെ ഈ ബന്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കായിരുന്നു. പക്ഷെ രേണു അത് ചെയ്തില്ലല്ലോ.
രേണു പറഞ്ഞു അവൻ്റെ അച്ഛൻ്റെ ആഗ്രഹമെന്ന് അവൻ പറഞ്ഞിരിക്കുന്നത്, അവൻ്റെ അച്ഛൻ്റെ ആഗ്രഹം നിറവേറ്റണമെന്ന്. മോളിരിക്കുന്ന വാസുവേട്ടന് സന്തോഷ സമാധാനം കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ ആത്മശാന്തി കിട്ടണമെങ്കിൽ ഈ വിവാഹം നടക്കണമെന്ന് പറഞ്ഞു. ഭാനുമതി മുത്തശ്ശി പറഞ്ഞു ശരിയാ, വിവാഹം നടക്കണം, അവനെപ്പോഴും ദുഷ്ടന് പണി കിട്ടണം. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട്. എത്ര പേരുടെ കണ്ണീരാന്നറിയോ ആ ഗംഗാപ്രസാദ് തലയിലുള്ള, ഒരു കാരണവശാലും ഇനി അവന് ഉയർത്തെഴുന്നേൽക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. ഇതേ സമയം കിരണം ഓട്ടോടത്തിന് അവിടെ മാറി നിന്നിട്ട് എല്ലാം വീഴ്ചോണ്ടിരിക്കുക, താഴെ നടക്കുന്ന ഒരു കാര്യങ്ങൾ ആരെങ്കിലും അങ്ങോട്ടേക്ക് വരുന്നുണ്ടോ എന്നൊക്കെ. ആ സമയം ഗംഗാപ്രസാദും കൂട്ടരും കൂടെ ആംബുലൻസെ വന്നുകൊണ്ടിരിക്കുക ഓട്ടോടത്തിലേക്ക്. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.